السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء. أما بعد، اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. സ്നേഹവും ബഹുമാനവുമുള്ള പണ്ഡിത സുഹൃത്തുക്കളെ, ദീനി സ്നേഹികളായ പ്രവാചക പ്രേമികളായ സഹോദര സഹോദരിമാരെ, പ്രൗഢമായ ഈ മജ്ലിസിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ദഫ് സംഘവും അതുപോലെ തന്നെ അവരുടെ മാനേജർമാരും അടക്കമുള്ള പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടുകാർക്ക്, ഈ മഹല്ലത്തുകാർക്ക് നൽകിയ ഒരു വലിയ സൗഭാഗ്യമാണ് ഇത്ര പ്രൗഢമായ ഒരു വലിയ മജ്ലിസ്. എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമായി ഇനി നമ്മളോട് യാത്ര പറയാൻ ഒരുങ്ങുമ്പോ, വിശുദ്ധമായ റബീഇന്റെ ആരംഭ നാള് മുതൽ റബീഉൽ അവ്വൽ 30 ദിവസവും അതുപോലെ തന്നെ റബീഉൽ ആഖിർ 12 ദിവസം ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ പേരിലുള്ള 10 ദിവസത്തെ മൗലീദുമടക്കം 40 ദിവസമായി നമ്മുടെ ദാറുൽ ഖൈർ ഹിഫ്ളുൽ ഖുർആൻ കോളേജിലെ വിദ്യാർത്ഥികളും ഉസ്താദുമാരും അവിടെ നിസ്കരിക്കാൻ വരുന്ന ആളുകളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സാധാരണ മജ്ലിസിൽ നിന്ന് വ്യത്യസ്തമായി, സാധാരണ ദിവസം മൗലീദ് ഓതുമ്പോൾ വളരെ കുറഞ്ഞ ആളുകളും ആ വിദ്യാർത്ഥികളുമാണ് ഉള്ളതെങ്കിൽ, ഇന്നത്തെ ഈ പ്രൗഢമായ മജ്ലിസിൽ അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട ഉമ്മമാരടക്കം എത്രയോ കാലങ്ങളായി പാതിരാവിന്റെ യാമങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നാഥനായ റബ്ബിനോട് തന്റെ നീറുന്ന പുകയുന്ന പ്രശ്നങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് എത്രയോ വർഷങ്ങളായി നാഥനായ റബ്ബിന്റെ മുമ്പിൽ നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്ത ഈമാനുള്ള എത്രയോ ഉമ്മമാർ ഉപ്പമാർ പങ്കെടുത്ത ഒരു മഹനീയമായ മജ്ലിസ്. ഇത് അല്ലാഹു നമുക്ക് തന്ന ഒരു സൗഭാഗ്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ നിന്ന് മദീനത്തുൽ മുനവ്വറയിലേക്ക് പോയത്, വിശുദ്ധമായ മദീന നഗരിയിൽ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും എത്തിപ്പെട്ടത് ഇതുപോലെയുള്ള ഒരു റബീഉൽ അവ്വൽ മാസം 12-ന് അന്നായിരുന്നു. മുത്തുനബി ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതും റബീഉൽ അവ്വലിൽ തന്നെയാണ്. അതേപോലെ തന്നെയാണ് വിശുദ്ധമായ മക്ക നഗരിയിൽ നിന്ന് പലായനം ചെയ്ത് പരിശുദ്ധമായ ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മദീനയിലേക്ക് ചെന്നത് ഒരു റബീഉൽ അവ്വൽ 12-ന്റെ തലേനാളിലാണ്. മുത്തുനബിയെ സ്വീകരിക്കാൻ മാസങ്ങളായി വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന ഉമ്മമാർ, മുത്തുനബി ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പ്രവാചക പ്രേമികൾക്ക് മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മലർവാടിയിലേക്ക് കടന്നു വന്നപ്പോ ഉമ്മമാർ ആ കാലഘട്ടത്തിലെ വീടുകൾക്ക് മുകളിലും അതുപോലെ തന്നെ മരം കയറാൻ അറിയുന്ന സ്വഹാബത്തൊക്കെ ഈത്തപ്പന മരത്തിന്റെ മുകളിലും കയറിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു പൈതങ്ങളൊക്കെ ദഫ്മുട്ടി പാട്ടുപാടിയിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ത്വലഅൽ ബദ്റു ചൊല്ലി സ്വീകരിച്ച ഒരു സ്ഥലം ഇന്നും മദീനയിൽ നമുക്ക് കാണാം. മദീനയിലെ ചരിത്ര പ്രാധാന്യമുള്ള സന്ദർശന സ്ഥലങ്ങളിൽ വളരെ പ്രധാനമാണ് ഒന്ന് ത്വലഅൽ ബദ്റു പാടി മുത്തുനബിയെ സ്വീകരിച്ച ആ സനിയത്തുൽ വദാ എന്ന് പറയുന്ന ആ ഒരു ചെറിയ പ്രദേശം. ഹജ്ജാജിമാർ ഹജ്ജിന് വേണ്ടി പോകുമ്പോ
വിശുദ്ധമായ മദീനയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പോകുന്ന ആളുകളൊക്കെ ആ ഒരു സ്ഥലം കാണാതെ തിരിച്ചു പോരാറില്ല. അന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മുത്തുനബിയെ വർണ്ണിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ പാട്ടുപാടിയ ഒരു വലിയ സ്വഹാബി ഉണ്ടായിരുന്നു, മഹാനായ സയ്യിദുനാ ഹസ്സാൻ ബിൻ സാബിത് റളിയല്ലാഹു അൻഹു. ഉറക്കനെ പറഞ്ഞോളൂ, റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ബിൻ സാബിത്. അപ്പൊ മുത്തുനബി മൗലീദ് ആഘോഷിച്ചിരുന്നോ, മീലാദ് ആഘോഷിച്ചിരുന്നോ എന്ന് ചോദിക്കുന്ന ചില ആളുകളോട് മദീനയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടി പറഞ്ഞിരുന്ന ഹസ്സാൻ ബിൻ സാബിത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തതോ മാത്രമല്ല, മുത്തുനബിയെ കുറിച്ചൊരു പാട്ട് പാടിയപ്പോ അവിടുന്ന് ആ നാട്ടിലൊന്നും കിട്ടാത്ത ഒരു പുതിയ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് ഹസ്സാൻ തങ്ങൾക്ക് സമ്മാനമായി അല്ലാഹുവിന്റെ റസൂൽ ഒരു വസ്ത്രം സമ്മാനിക്കുകയോ മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പാട്ട് പാടാൻ ഹസ്സാൻ തങ്ങൾക്ക് ആ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രസംഗ പീഠം, ഒരു സ്റ്റേജ് ഒരുക്കി കൊടുക്കാൻ ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈമാനിന്റെ നിറകുടങ്ങളായ സ്വഹാബത്തിനോട് പറയുകയാണ്. ഇന്ന് പ്രവാചക പ്രേമികൾ ധാരാളമാണ്. മുത്തുനബിയെ സ്നേഹിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയാണ്. നോക്കൂ നിങ്ങള്. പിന്നെ എവിടെയോ ചില ആളുകളൊക്കെ നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ മദ്രസ പള്ളിയുടെ ആ മാനേജ്മെന്റ് തലങ്ങളിലും അതുപോലെ തന്നെ നേതൃനിരയിലൊക്കെ ബിദ്അഈ ആശയക്കാരും മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാര് കടന്നു വന്നപ്പോഴാണ് ചില ആളുകളുടെ കൽബകങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമില്ലാതെയായി പോയത്. എന്നാലും അൽഹംദുലില്ലാഹ് എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട്, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇതുപോലെയുള്ള മീലാദ് പരിപാടികൾ നമ്മൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ട മോമിനെ നമ്മൾ ആലോചിക്കണം. ലോകം കണ്ട സൂഫി ചക്രവാളത്തിലെ മഹാജ്യോതിസായിരുന്ന മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാ, അത് കേൾക്കുക, അത് പാടുക, അത് പാടിപ്പിക്കുക, എനിക്കത് ഇഷ്ടമാണ്. എന്നിട്ട് പറഞ്ഞു, വിശുദ്ധമായ മദീന മലർവാടിയിൽ നാളെ സ്വർഗത്തിൽ നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞ ഉഹുദ് മല ഒരു ചരിത്രമുള്ള പർവ്വതമാണ് ഉഹുദ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്ലാമിക്കിന്റെ റിപ്പബ്ലിക്കിൽ ചരിത്രത്തിൽ ആദ്യമായി രണ്ടാമത്തെ യുദ്ധം നടന്ന ഉഹുദ് പർവ്വതം നമുക്കറിയാമല്ലോ. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള 70ഓളം വരുന്ന സ്വഹാബിമാര് അന്തിയുറങ്ങുന്ന ആ ഉഹുദ് പർവ്വതമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റിസാലത്തിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് രക്തം പൊട്ടി ഒഴുകിയ അതേ റസൂലുള്ളാഹിന്റെ മുൻപല്ലിന്റെ ഒരു അല്പം ഭാഗം അടർന്നു വീണ ആ ഉഹുദിന്റെ രണഭൂമി കിടങ്ങുന്ന 7 കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന പ്രവിശാലമായ ആ ഉഹുദ് പർവ്വതമെങ്ങാനും എനിക്ക് അല്ലാഹു നാളെ സ്വർണമാക്കി എന്റെ കയ്യിലങ്ങ് വെച്ച് തന്നാൽ അത് മുഴുവനും ഞാൻ എന്റെ റസൂലുള്ളാഹിന്റെ മദ്ഹ് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആരെങ്കിലും പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനും ഞാൻ എന്റെ ഹബീബിന് വേണ്ടി ചെലവഴിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വലിയ മഹാനാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ഇപ്പൊ നമുക്ക് കുറച്ച് സൗകര്യങ്ങൾ കൂടി പോയി. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാര്, നമ്മളാക്കി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെ ഗുരുനാഥന്മാര്, എത്രയോ ആളുകൾ ആറടി മണ്ണിലാണ്. നമ്മളെപ്പോലെ അവർക്ക് ആഘോഷിക്കാൻ അവസരങ്ങളില്ല, നമ്മളെപ്പോലെ അവർക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുപോലെ മനോഹരമായ ആധുനിക സംവിധാനങ്ങളില്ലാത്ത കാലഘട്ടത്തില് ശീതീകരിച്ച റൂമുകളിൽ കിടന്നുറങ്ങാൻ സൗകര്യമില്ലാത്ത നമ്മുടെ പ്രായമുള്ള ഉമ്മമാർ, ഉപ്പമാർ, അതുപോലെ തന്നെ സഞ്ചരിക്കാൻ വാഹനങ്ങളില്ലാത്ത കാലഘട്ടത്തില് എത്രയോ വെയില് കൊണ്ട്, എത്രയോ മഴ കൊണ്ട്, എത്രയോ ഉറക്കമൊഴിച്ച് ചോരനീരാകി രാവും പകലും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇന്ന് ആറടി മണ്ണിലാണ്. എപ്പോഴെങ്കിലും അവരെ കുറിച്ച്, അവരുടെ ആഘോഷങ്ങളെ കുറിച്ച്, അവരുടെ ആ സന്തോഷങ്ങളെ കുറിച്ച്, അവരെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അവരെ വെള്ളം കുടിച്ചിട്ടുണ്ടോ, അവരെ വല്ല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ടോ?
അറിയുന്നുണ്ടോ പ്രിയപ്പെട്ട മുഅ്മിനെ? ആരാരും തുണയില്ലാത്ത ഖബറിന്റെ കൂരിരുട്ടില് നമ്മൾ പോയി കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാലാക്കമാരുടെ ചില ചോദ്യങ്ങളുണ്ട്. വമൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക, നിന്റെ നബി ആരാണടാ, നിന്റെ നബി ആരാണടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതാ പുഞ്ചിരിക്കുന്ന പൂവദനുമായി അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ ലോകത്തേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളൊക്കെ മരിച്ചാൽ നമ്മുടെ ജനാസ കുളിപ്പിച്ച് നമ്മളെ കഫൻ ചെയ്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് ഒരു മൈലാഞ്ചി കൊമ്പ് കുത്തിയിട്ട് എല്ലാവരും പള്ളിപ്പറമ്പിൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോ പിന്നെ അന്ന് ഞാനും നിങ്ങളും ഒറ്റക്കാണ്. അവിടെ വരുന്നു മഹാന്മാരായ 2 മലക്കുകൾ. കുഞ്ഞുനാളിൽ നമ്മുടെ മദ്രസയിൽ അഖീദയിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മളോട് എഴുന്നേറ്റിരിക്കാൻ പറയുന്നു ഖബറിൽ നിന്ന്. പക്ഷേ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. വിഷമിക്കണ്ട, മലക്കുകൾ പറയുന്നു ഞങ്ങൾ സഹായിച്ചോളാം. നമ്മളെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ആ ഖബറിന്റെ ലോകത്ത് നമ്മളെ ചാരി ഇരുത്തിട്ട് അതാ ചോദിക്കുന്നു, നിന്റെ നബി ആരാണ്, നിന്റെ റബ്ബാരാ, നിന്റെ ദീനേതാ എന്ന് ചോദിക്കുമ്പോ അഭിമാന ബോധത്തോടുകൂടെ ഇതെന്റെ നബിയാണെന്ന് പറയാൻ പുഞ്ചിരിക്കുന്ന പൂവദനുമായി ഖബറിന്റെ ഉള്ളിലേക്ക് നിന്റെ ഭർത്താവിനോ നിന്റെ ഭാര്യക്കോ നിന്റെ മക്കൾക്കോ നിന്റെ ഉസ്താദിനോ നിന്റെ നാട്ടുകാർക്ക് ഒരാൾക്കും വരാൻ കഴിയാത്ത ആ ഖബറിന്റെ ലോകത്തേക്ക് വരാൻ പറ്റുന്ന ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ വഴന്നു പറഞ്ഞു നീട്ടില്ല. ഏറെക്കുറെ ദഫ് സംഘമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. പല ആളുകളും എത്താനിരിക്കുകയാണ്. ജഡ്ജസ്, അതായത് ഇവർക്ക് മാർക്ക് നിശ്ചയിക്കുന്ന 3 ഉസ്താദുമാർ എത്താൻ വേണ്ടി അവരെ വെയിറ്റ് ചെയ്യാണ്. അൽഹംദുലില്ലാഹ്, ഈ മനോഹരമായ മജ്ലിസിൽ നമ്മൾ മൗലീദ് ഓതി. ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും തബറുക്കിന്റെ ഭക്ഷണം നൽകുന്നുണ്ട്. ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സംഘാടകർ ശ്രദ്ധിക്കുക. കുറച്ച് ആളുകൾ നമ്മുടെ താഴെ ജുമഅത്ത് പള്ളിയിലേക്ക് പോയാൽ ഭക്ഷണം ഒരുപാട്, ഏകദേശം ഒരു 2000-ഓളം പേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് സമയമെടുക്കും. എന്റെ പ്രിയപ്പെട്ട സംഘാടകർ ശ്രദ്ധിക്കണം. പറ്റുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ദഫ് തുടങ്ങുന്നതിന് മുമ്പ് ഏതാനും കുറച്ച് ആളുകളൊന്ന് പോയി സഹായിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാഹ് കാര്യം റാഹത്താകും. അതുപോലെ തന്നെ ഭക്ഷണം ഇവിടെ റെഡിയാണ്. പാക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളൊന്ന് പോയി കൂടിക്കൊടുക്കുക. അതുപോലെ തന്നെ ഈ അടുത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു സഹോദരിയുടെ പാരത്രികമായ നന്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമ്മുടെ മഹല്ലുകാരിയായ ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും പായസം നൽകുന്നുണ്ട്. അതും റെഡിയായി കൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്ന ഔലൻ നാസി ബി യൗമിൽ ഖിയാമത്തി അലയ്യ അക്സറുഹും സ്വലാത്ത്. അന്ത്യനാളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുണ്ടാവുക, എനിക്ക് അറിവുണ്ടാവുക, എന്റെ കൂടെ നിൽക്കുക, ഞാൻ അവരെ ചേർത്ത് നിൽക്കുക, എന്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയവരായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ മൗലീദ് ഓതി, നമ്മൾ സ്വലാത്തുകൾ ചൊല്ലി, ഇങ്ങനെ ഇടക്കിടക്ക് സ്വലാത്തും മൗലീദുമായ മുത്തു റസൂലിന്റെ പേരിൽ സ്വലാത്തുകളും സ്വലാമുകളും വർദ്ധിപ്പിക്കുന്ന ആളുകളെയാണ് അന്ത്യനാളിൽ എനിക്ക് പരിചയമുണ്ടാവുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് പറയുകയാണ്, സ്വഹാബത്തെ സ്വഹാബത്തെ, നാളെ മഹ്ശറ മരുഭൂമിൽ നിങ്ങൾ എവിടെ എന്നെ കണ്ടില്ലെങ്കിലും സിറാത്ത് പാലത്തിന്റെ സമീപം ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാകും. നമ്മളെ വിഷയം ഓർത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരേ ഒരു നേതാവാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആനിൽ കഴിഞ്ഞു പോയ പൂർവികരായ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലെ ആളുകളെ അതാത് കാലഘട്ടങ്ങളിൽ വലിയ വലിയ ശിക്ഷകൾ കൊടുത്തിട്ട് അല്ലാഹു തആല നാട്ടുകാർക്ക് അദാബ് കൊടുത്ത ആ ചരിത്ര പാഠങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ മുത്തുനബി ഇങ്ങനെ ഓതുമ്പോ അറിയാതെ അവിടുന്ന് ആകാശത്തിന്റെ സീമകളിലേക്ക് കരങ്ങളും കണ്ണുകളും ഉയർത്തി അറിയാതെ അവിടുന്ന് വിതുമ്പുന്നുണ്ട്, അല്ലാഹുമ്മ യാ ഉമ്മത്തി, അല്ലാഹുമ്മ യാ ഉമ്മത്തി, അല്ലാഹുമ്മ യാ ഉമ്മത്തി. എന്റെ ഉമ്മത്തിനെ ദുനിയാവിലും നാളെ ആഖിറത്തിലും വേദനിപ്പിക്കരുത് എന്ന് ഏറ്റവും കൂടുതൽ സങ്കടം പറഞ്ഞ ആള്. മാത്രമല്ല, മരിക്കുന്ന സമയത്ത് ഇസ്രായേലേ, മരണത്തിന് ഇത്ര വേദന ഉണ്ടല്ലേ, മരണത്തിന് ഇത്ര പ്രയാസം ഉണ്ടല്ലേ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, ലോകാവസാനം വരെ ഇവിടെ ജീവിച്ച് മരിക്കാൻ പോകുന്ന മുഴുവൻ ആളുകൾക്കും നീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മരണവേദന എനിക്ക് തന്നോളൂ അല്ലാഹ്. അത് ഞാൻ സഹിച്ചോള റബ്ബേ, സഹിച്ചോള. എന്നാലും എന്റെ ഉമ്മത്ത് പാവങ്ങളാണ്, അവരെ വേദനിപ്പിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല.
ഒരു വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പറയുന്ന ചില വാചകങ്ങളാണ് ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, തബാറകല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇന്നാ ലില്ലാഹ്. അല്ലാഹുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ചില വാചകങ്ങളാണ്. നാളെ നടക്കാൻ പോകുന്ന വിഷയം, നാളെ പറയാൻ പോകുന്ന വിഷയം സ്വഹാബത്തിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ നാളെ പറയാന്ന് പറഞ്ഞു. പക്ഷേ ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ റസൂലുള്ളാഹിക്ക് വലിയ വിഷമമുണ്ടായി, പരീക്ഷണമുണ്ടായി. 15 ദിവസത്തോളം അവിടേക്ക് വഹി വന്നില്ല, ജിബ്രീൽ വന്നില്ല. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മുത്തുനബിക്ക് സ്വഹാബത്തിനോട് മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോ അവര് പരിഹാസത്തോടുകൂടെ മക്കാ കാഫിരീങ്ങളോ പറഞ്ഞു, മുഹമ്മദിനോട് മുഹമ്മദിന്റെ റബ്ബ് പിണങ്ങിയിട്ടുണ്ട്, ദൈവം പിണങ്ങിയിട്ടുണ്ട്, വഹി വരുന്നില്ല, മുഹമ്മദിന് അങ്ങനെ ഒരു ദൈവമില്ല. അല്ലാഹുവിന്റെ റസൂലിനിക്ക് വലിയ വേദനയായി. അവസാനം പരിശുദ്ധമായ ഖുർആനിലെ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ തുടങ്ങുന്ന പരിശുദ്ധമായ ചെറിയ അധ്യായം ഇറങ്ങിയപ്പോ അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ഈ സങ്കടങ്ങൾക്കും ഈ വിഷമങ്ങൾക്കും ഈ യാതനകൾക്കും പ്രയാസങ്ങൾക്കും നാളെ റബ്ബ് നിങ്ങൾക്ക് സ്വർഗം സമ്മാനമായി തരാൻ പോകുന്നു നബിയെ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോ ജിബ്രീൽ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കവിൾത്തടത്തിലൂടെ അതാ കണ്ണുനീരൊഴുകുന്നുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട്, ജിബ്രീൽ എനിക്ക് അല്ലാഹു നാളെ സ്വർഗം തരാ, അതുകൊണ്ട് സമാധാനമാകുമെന്ന് പറഞ്ഞല്ലോ ജിബ്രീൽ. പക്ഷേ എനിക്ക് സമാധാനമില്ല. എന്റെ സമുദായത്തിലെ എന്റെ അനുയായികളിൽ ആരെങ്കിലും ഒരാള് നരകത്തിലുണ്ടെന്നറിഞ്ഞാൽ അവർക്കില്ലാത്ത സ്വർഗം കൊണ്ട് എനിക്ക് സന്തോഷമില്ല ജിബ്രീലേ. അങ്ങനത്തെ ഒരു സ്വർഗം എനിക്ക് വേണ്ട എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ പറയുന്നത്, അന്ത ഉമ്മുൽ അം അബൂ മാ റഅയ്നാ ഫീഹിമാ. നബിയേ, നബിയേ അങ്ങ് ഞങ്ങളെ ഉമ്മയാണ്, നബിയേ അങ്ങ് ഞങ്ങളെ വാപ്പയാണ്. മാ റഅയ്നാ ഫീഹിമാ. ഇത്രത്തോളം മക്കളോടും പേരമക്കളോടും കാരുണ്യം കാണിച്ച ഒരു നേതാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ 50 വിദ്യാർത്ഥികൾ നമ്മുടെ ദർസിലും ഹിഫ്ളുൽ ഖുർആൻ കോളേജിലും ഇപ്പൊ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് പള്ളിയുടെ നിർമ്മാണം നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് കുറച്ചു കുട്ടികളെ ഞാൻ ജോലി ചെയ്യുന്ന ഭാഗത്തേക്ക് ദർസിലേക്ക് മാറ്റി. അൽഹംദുലില്ലാ ഒരുപാട് മക്കൾ നമ്മുടെ ഹിഫ്ള് കോളേജിലും ദർസിലും പഠിക്കുമ്പോ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് മക്കളുണ്ടാവാൻ, കല്യാണം ശരിയാവാൻ, ജോലി ശരിയാവാൻ, കടങ്ങൾ വീടാൻ, രോഗങ്ങൾ മാറാൻ, നേറുന്ന ആയിരക്കണക്കിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയിട്ട് ഒരു നേരത്തെയോ ഒരു ദിവസത്തെയോ ഭക്ഷണം നൽകുന്ന ആളുകളുണ്ട്, നേർച്ചയാക്കി കാത്തിരിക്കുന്നവരുണ്ട്. ഇന്ന് ഉച്ചക്ക് ഒരു കുടുംബം ഭക്ഷണം നൽകാൻ വന്നിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മക്കരപ്പറമ്പിൽ നിന്നൊരു ഫാമിലി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എത്രയോ ആളുകൾ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു. അൽഹംദുലില്ലാ ഇന്ന് ഇവിടെ മജ്‌ലിസിൽ വന്ന ആയിരക്കണക്കായ ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോ അതിലേക്കൊക്കെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, പാവപ്പെട്ട മനുഷ്യനിക്ക് ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള ആഹാരം നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നിന്റെ ആയുസ്സിൽ വർധനവുണ്ടാകും, നിന്റെ ആയുസ്സിൽ അല്ലാഹു ബറകത്ത് നൽകും, നിന്റെ രോഗങ്ങൾ അല്ലാഹു മാറ്റിത്തരും, നിന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ. നമുക്കറിയാമല്ലോ, ഇതുപോലെ ഒരു ഇശാ നിസ്കാരത്തിന്റെ സമയമായപ്പോ മദീന പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, സ്വഹാബത്തെ ഇതാ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്. 2-3 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് വന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ആ മനുഷ്യനെ അതുവരെ ഒരു സ്വഹാബിയും കണ്ടിട്ടില്ല. ഒരു നേരം പോലും കണ്ടു പരിചയമില്ലാത്ത പാവപ്പെട്ട ഒരു സ്വഹാബി വന്നിട്ടുണ്ട്. അയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കൊടുക്കണമെന്ന് ലോകത്തിന്റെ നായകൻ എന്ന മദീന പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ ഒരു സ്വഹാബി
സ്വഹാബി ചാടി എഴുന്നേറ്റ് നിന്നു സദസ്സിൽ നിന്ന്, യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുപോക നബിയെ. ഒരു നേരത്തെ ഒരു മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ കാര്യമല്ലേ, ഒരു നേതാവ് ഒരു കാര്യം പറയുമ്പോ അത് അംഗീകരിക്കാൻ പറ്റുമോ? മാത്രമല്ല ഭക്ഷണം കൊടുത്താൽ ആയുസ്സിൽ ബറക്കത്തുണ്ടാകുമെന്നോ സ്വർഗീയ ഭക്ഷണം തരുമെന്നും പഠിപ്പിച്ചത് അങ്ങല്ലേ. ഞാൻ കൊണ്ടുപോക നബിയെ. ആ സ്വഹാബി ആ വിദേശിയായ മനുഷ്യനെ കൊണ്ടുപോയി വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ഒരു വിരുന്നുകാരനുണ്ട്, ഭക്ഷണം കൊടുക്കാൻ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള തന്ന വിരുന്നുകാരനാ, നമ്മളൊന്ന് സഹായിക്കണം. ആ സ്വഹാബി തന്റെ ഭാര്യയോട് പറഞ്ഞപ്പോ ആ ഭാര്യ വീട് മുഴുവനും മരിച്ചു പെറുക്കി, എല്ലാ മുക്കിലും മൂലയിലും മരിച്ചു പെറുക്കി നോക്കുമ്പോ ആ കുടുംബത്തിന് മുഴുവനായി വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ ആ വീട്ടിൽ ഒന്നും നിക്ഷേപമായില്ല. എന്നിട്ട് ഭർത്താവിനോട് ഭാര്യ സ്വകാര്യമായി പറഞ്ഞു, പ്രിയതമാ, ഞാൻ ഉള്ള ഭക്ഷണം റെഡിയാക്കി മേശപ്പുറത്ത് തളികയുടെ മുകളിൽ ഞാൻ വെക്കാം, ഞാൻ ഭക്ഷണം റെഡിയാക്കി ഉടനെ നിങ്ങളെ വിളിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ വിരുന്നുകാരന്റെ കൂടെ നിങ്ങൾ ഇരിക്കണം. പക്ഷേ നിങ്ങൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ആ ഭക്ഷണം വിരുന്നുകാരന് കൊടുത്താൽ ഇന്ന് നമ്മളും നമ്മളെ 2 മക്കളും പട്ടിണി കിടക്കണം. ഇങ്ങനെ ചില നിബന്ധനകളൊക്കെ പറഞ്ഞു. ഭർത്താവ് സമ്മതിച്ചു, ഭാര്യക്കും സമ്മതമാണ്, 2 മക്കൾക്കും സമ്മതമാണ്. കാരണം ഈ കുടുംബത്തിന് നാളെ കിട്ടാൻ പോകുന്നത് സ്വർഗത്തിന്റെ ഭക്ഷണമാണ്. 4 പേരും ഒരു അഡ്ജസ്റ്റ്മെന്റിലെത്തി. എന്നിട്ട് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവേ, ഞാൻ ഈ ഭക്ഷണം റെഡിയാക്കി മേശപ്പുറത്ത് വെച്ചാൽ അയാളെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കണം. അയാള് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങളും അയാളെ കൂടെ ഇരിക്കണം. പക്ഷേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്ക് നിങ്ങൾ വിളക്ക് കെടുത്തണം, ഊതിക്കെടുത്തണം. അത് കെട്ടതാണെന്ന് വിചാരിക്കണം. എന്നിട്ട് നിങ്ങൾ ആ ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നിങ്ങളെ കൈകൾ ഇങ്ങനെ ഇടക്കിടക്ക് വായിലേക്ക് കൊണ്ടുപോകണം. ഒരു പക്ഷേ ഭക്ഷണം കുറവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പാവപ്പെട്ട മനുഷ്യനത് വേദനയാകും. അതുകൊണ്ട് അയാൾ വയറ് നിറയെ സന്തോഷത്തോടുകൂടെ ഭക്ഷണം കഴിക്കട്ടെ. ഇങ്ങനെ നിങ്ങൾ അഭിനയിച്ചാൽ മതി എന്നൊരു ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനേ, പിറ്റേ ദിവസത്തെ പ്രഭാതത്തിൽ ആ പാവപ്പെട്ട സ്വഹാബി ഇലാ ഹളറത്തി റസൂലില്ലാഹ്, റസൂലിന്റെ സവിധത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബാ, ഇന്നലെ രാത്രി പാവപ്പെട്ട മനുഷ്യനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോ ആ വീട്ടുകാർ ചെയ്തിട്ടുള്ള നന്മയുണ്ടല്ലോ, അത് ആകാശത്തിന്റെ സീമകളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കോടിക്കണക്കായ മലക്കുകൾ അത് സന്തോഷത്തോടുകൂടെ ചർച്ചയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ആ കുടുംബത്തിന്റെ നന്മ കൊണ്ട് ആ കുടുംബത്തിന് അല്ലാഹു സ്വർഗവും സ്വർഗീയ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, മഹദിയായ സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റ. ഫാത്തിമത്തു സഹ്റ നാളെ സ്വർഗീയ വനിതകളുടെ നേതാവ്. ഫാത്തിമ ബീവി മരിക്കുന്നതിന്റെ തലേനാളിൽ തന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് സ്വകാര്യമായി പറഞ്ഞു, ഭർത്താവേ, ചില വസിയത്തുകൾ പറയാൻ പോവാൻ. ഒരു പക്ഷേ നാളെ ഞാൻ മരിച്ചു പോയാൽ എനിക്കൊന്ന് 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഭർത്താവേ. നാളെ ഞാൻ മരിച്ചു പോയാൽ എന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് രാത്രിയായിരിക്കണം. എന്നെ നിങ്ങൾ മറവ് ചെയ്യുന്നത് രാത്രിയാവണം. കാരണം എന്റെ ശരീരത്തിന്റെ ജീവനറ്റ ശരീരത്തിന്റെ ശരീരഭാഗങ്ങൾ, അതിന്റെ വണ്ണവ്യതിയാനങ്ങൾ ആളുകൾ ഒരിക്കലും കണ്ടുകൂടാ. ഒന്നാമത്തെ വസിയത്ത്. രണ്ടാമതായി പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ ഒരു മൂടി വെക്കണം. നമ്മുടെ നാടുകളിൽ മയ്യത്ത് കട്ടിലിന്റെ മൂടി വരാൻ തുടങ്ങിയത് അന്നാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഇതേപോലെ തന്നെ മദീന പള്ളിയിൽ ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരുള്ള സദസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു പാവപ്പെട്ട മനുഷ്യനിക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് സ്വഹാബി അതിന് തയ്യാറായി. ആര് സ്വഹാബി? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഭാര്യ ഫാത്തിമ ബിയോട് പറഞ്ഞു, മോളെ, ഒരു വിരുന്നുകാരനെ തന്നിട്ട് ഭക്ഷണം കൊടുക്കണം. ഫാത്തിമ ബി വീടിന്റെ എല്ലാ മുക്കുമൂലയിലൊക്കെ തെരഞ്ഞു. അവസാനം ഒന്നും നോക്കിയില്ല. അവസാനം അലമാര തപ്പി നോക്കിയപ്പോ ചെറിയൊരു സ്വർണ്ണാഭരണം കിട്ടി. ആ സ്വർണ്ണാഭരണം എടുത്തിട്ട് ഭർത്താവായ അലിയോട് പറഞ്ഞു, അലിയെ, അയാൾക്ക് കൊടുത്തോളൂ, ഭക്ഷണം കഴിക്കാൻ പറയോ, അങ്ങാടിയിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കോ, ചൊല്ലറി പറഞ്ഞു കൊടുക്കോ. ആ സ്വഹാബി നേരെ ഓടിയില്ല ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വർണ്ണം
നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്തു മുത്തുനബിക്ക്. മുത്തുനബിയെ ഫാത്തിമയുടെ അടുത്ത് ചെന്നപ്പോ ഫാത്തിമ തന്നത് ഇതാണ്, വേറെ ഭക്ഷണമൊന്നും തരാല്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ കണ്ണുനീർ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. എന്തേ നബി, അങ്ങേക്ക് വിഷമമായോ, അങ്ങേക്ക് വേദനയായോ നബിയെ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, ഈ മോള് തന്ന സ്വർണ്ണാഭരണം ആരാന്നറിയോ? ആ മോളുടെ ഉമ്മച്ചിയുണ്ട്, ബീബി ഖദീജത്തുൽ കുബ്ര. വിശുദ്ധമായ മക്കത്തുൽ മുകറമയിലെ ജന്നത്തുൽ മുഅല്ലയിൽ അന്തിയുറങ്ങുന്ന സ്വർഗീയ വനിതകളുടെ നേതാവ് മഹദിയായ ബീബി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ബീബി ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ലോകത്തോട് വിട പറയുന്നതിന്റെ തൊട്ട് മുമ്പ് പൊന്നുമോളെ ആ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് ഞാൻ ഒരു സമ്മാനം തരാൻ പോവുകയാണ്. ഞാൻ മരിച്ചാൽ ഞാൻ പരിശുദ്ധമായ ദീന മുത്തുനബി എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഒരുപാട് വലിയ സമ്പന്ന കുടുംബത്തിലുള്ള ആളാണ് ഞാൻ. അന്ന് ഏറ്റവും വലിയ പണക്കാരി ഞാനാണ്. എല്ലാം കൊടുത്തു അവസാനം ഇതേ ബാക്കിയുള്ളൂ. ഒരു പള്ളി ഉണ്ടാക്കണം, ഒരു സ്ഥാപനം ഉണ്ടാക്കണം, ഉഹദിലേക്ക് പോകണം, ബദറിലേക്ക് പോകണം, പടയങ്കികൾ, പടച്ചട്ടകൾ, കുതിരകൾ, വാഹനങ്ങൾ വേണം, എല്ലാം വാരിക്കോരി കൊടുത്തു അവസാനം ഒന്നുമില്ല മോളെ, ഇതുള്ളൂ. ഞാൻ മരിച്ചാൽ ഞാൻ ഖബറിൽ ചെന്ന് കിടക്കുമ്പോ ആ പച്ചമണ്ണിലേക്ക് ഞാൻ അലിഞ്ഞു ചേരുന്ന സമയത്ത് മോളെ, എപ്പോഴെങ്കിലും എന്റെ കുട്ടിക്ക് ഉമ്മച്ചി ഒന്ന് കാണണമെന്ന് തോന്നിയാൽ മോൾ ഈ സ്വർണ്ണാഭരണം ധരിച്ചോളൂ, എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ നോക്കിക്കോളൂ, ഉമ്മച്ചിക്ക് വേണ്ടി ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞിട്ട് വഫാത്തിന്റെ തൊട്ടടുത്ത സമയത്ത് പൊന്നുമോൾക്ക് ഖദീജ ബീബി സമ്മാനിച്ച ഒരു സ്വർണ്ണമാലയാണ് പാവപ്പെട്ട ഒരു മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാൻ അന്ന് സമ്മാനമായി നൽകിയത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാർ, അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞെന്താണെന്നറിയോ, ഇത്രയും വലിയ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്കറിയാം ഒരു 2-3 ലക്ഷം രൂപ നമുക്ക് ചെലവ് വരും. എന്തെങ്കിലുമൊക്കെ ഒരു മിച്ചം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളി, നമ്മുടെ മദ്രസ, നമ്മുടെ ഹിഫ്ലുൽ ഖുർആൻ കോളേജ്, ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ്. അപ്പൊ ഒരു 100 രൂപയുടെ ഒരു കൂപ്പൺ ഇവിടെ സദസ്സിൽ വിതരണം ചെയ്യുന്നുണ്ട്. സന്തോഷത്തോടുകൂടെ മുത്തുനബി ഇഷ്ടത്തോടുകൂടെ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് ഒരു ചാക്കരി 2500 രൂപ, അതല്ലെങ്കിൽ ഒരു ചാക്കരി നിങ്ങൾക്ക് സൗകര്യം പോലെ, നിങ്ങളെ വാപ്പയോ ഉമ്മയോ ഒക്കെ മരണപ്പെട്ട ആണ്ടിന്റെ ദിവസമോ സമയമൊക്കെ ആകുമ്പോ ആ മക്കൾക്ക് ഒരു ചാക്കരി ഭക്ഷണമായിട്ട് ദാനം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിയ്യത്ത് ചെയ്യുക. അതേപോലെ ഫാമിലി ആയിട്ട്, കുടുംബമായിട്ട്, മാതാപിതാക്കളെ, മക്കളെ, മരുമക്കളെ, പേരമക്കളൊക്കെ കൂട്ടി നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പല കുടുംബങ്ങളും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാറുണ്ട്. നമുക്കറിയാം, നോക്കൂ നിങ്ങൾ, ചാവക്കാട് ഭാഗത്തുനിന്ന് ഇന്നലെ നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കണം, നമ്മുടെ മക്കളോടുകൂടെ ഒരു ചെറിയ ദ്വായിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ചാവക്കാട് ഭാഗത്ത് പാങ്ങിൽ നിന്ന് വന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിപ്പ എന്ന് പറയുന്ന സിദ്ദീഖും, അതുപോലെ തന്നെ മൊയ്തു ഹാജി, ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ചെലവ് 20,000 രൂപയാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. 3 വർഷമാണ് ഒരു കുട്ടിയുടെ ഹിഫ്ലിന്റെ കോഴ്സ്. 3 വർഷമാകുമ്പോൾ ഒരു കുട്ടിയുടെ പഠന ചെലവ് 60,000 രൂപയാണ്. യതീമായ ഒരു കുട്ടിയുടെ 3 വർഷത്തെ പഠന ചെലവ് 60,000 രൂപ ഏറ്റെടുക്കുകയും അതിലേക്ക് ആദ്യഘട്ടം 20,000 രൂപ ഒരു വർഷത്തെ സംഖ്യ സംഭാവന ചെയ്യുകയും ചെയ്ത ഒരു നല്ല ഈമാനുള്ള മനുഷ്യൻ മൊയ്തു ഹാജി. പ്രായം കൊണ്ട്, രോഗം കൊണ്ട്, അവശതകൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുമ്പോഴും നമ്മുടെ നാട് കാണാൻ, അന്ന് അവർ ഈ നാട് കണ്ടിട്ടില്ല, അന്ന് ഈ മക്കളെ കണ്ടിട്ടില്ല, അന്ന് നമ്മൾ ആരെയും പരിചയം. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ എല്ലാം ഖാലിഖായ നാഥനായ റബ്ബായ അല്ലാഹുവിൽ തവക്കുലാക്കി പരിശുദ്ധമായ ഖുർആനിനെയും ഖുർആനിന്റെ അഹ്ലുകാരെയും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല നന്മയുള്ള മനുഷ്യരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വതക്ക, ദാനധർമ്മങ്ങളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഇങ്ങനെ ലൈവിലൂടെ അറിയിക്കുന്നുണ്ട്. ഒരു ഇടവേളയിൽ ഇൻഷാ അല്ലാഹ് ഒരു 2-3 ടീമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ 1-2 ടീം പ്രദർശനമാണ്. ബാക്കിയുള്ള 10-ലധികം ടീമുകൾ മത്സരാർത്ഥികളായി പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് ഈ മക്കളുടെ കളി കാണാനാണ്. കളിയാണെങ്കിലും ദഫാണെങ്കിലും അതിനിടക്ക് മക്കൾ ചൊല്ലുന്നത് മുത്തുനബിയോടുള്ള ആ ഒരു പ്രേമഭാജനത്തിന്റെ ഭാഗമായി അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഗീതങ്ങളാണ്, പദ്യങ്ങളാണ്, ഗദ്യങ്ങളാണ്. അവർ ചൊല്ലുന്നതൊക്കെ സ്വലാത്തുകളാണ്, സലാമുകളാണ്. ഇവിടെ പ്രൗഢമായ ഈ മജ്‌ലിസിന്റെ അന്തരീക്ഷത്തിൽ ഇനി മുഴങ്ങി കേൾക്കാൻ പോകുന്ന ശബ്ദങ്ങളൊക്കെ മുത്തുനബിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലുകൊണ്ടും അനുഗ്രഹീതമായ ഈ പ്രൗഢമായ മജ്‌ലിസിൽ ഇൻഷാ അല്ലാഹ് ഈ നാട്ടുകാരും മറുനാട്ടുകാരുമായിട്ടുള്ള ആളുകൾ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ആളുകൾ വേണ്ടി എന്തെങ്കിലുമൊക്കെ ദുആ ചെയ്യാൻ, സംഭാവന നൽകാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹായിക്കുക, സഹകരിക്കുക. നമ്മുടെ സ്ഥാപനത്തിന്റെ ഉയർച്ചയിലും വളർച്ചയിലും ഒക്കെ നിങ്ങളെ കൂടെ ഉണ്ടാവണം. റഹ്മുർ റഹീമായ ഭക്ഷണം വെക്കാൻ പോയിട്ടുണ്ടാവും. റഹ്മുർ റഹീമായ പടച്ച തമ്പുരാൻ
അൽഹംദുലില്ലാ നമ്മുടെ തൊട്ടിത്തൊടി അസീസ്ക, നമുക്കറിയാം ഇന്നത്തെ നറുക്കെടുപ്പിൽ, ലൈവ് നറുക്കെടുപ്പിൽ 2ാം സമ്മാനം ലഭിക്കുന്ന ആളുകൾക്ക് ഒരു 700 വാട്സിന്റെ മിക്സി സംഭാവന നൽകുന്നത് നമ്മുടെ അസീസ്കയാണ്. അതുപോലെ മിനിഞ്ഞാന്ന് തുടങ്ങി ആദ്യ ദിവസത്തെ ഭക്ഷണത്തിലേക്കുള്ള മുഴുവൻ ഇറച്ചിയും നൽകിയത് ആ ഒരു നല്ല മനുഷ്യനാണ്. ഇന്ന് നമ്മുടെ തൊട്ടിത്തൊടി അസീസ്കയുടെ ഭാര്യ, നമ്മുടെ നാട്ടുകാരി തൊട്ടിത്തൊടി അസീസ്കയുടെ ഭാര്യ, അവിടെ ഉപ്പ ഈ അടുത്ത് മരണപ്പെട്ടു പോയി. മൊഴിക്കൽ ഹുസൈൻ അല്ലേ, റബിയുൽ അവ്വൽ 24 അവരാണ്ട് പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചാക്കരി നമ്മുടെ മക്കളുടെ ഭക്ഷണത്തിലേക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെയൊക്കെ കൂടപ്പിറപ്പ്, നമ്മുടെ കൂടെ എല്ലാം കൊണ്ടും ഓടി നടന്നിരുന്ന നമ്മുടെ ചോലക്കൽ പോക്കറുകാക്ക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നാട്ടുകാരനായി പ്രായം കൊണ്ട് തളരുമ്പോഴും ഒരു ചെറുപ്പക്കാരനെ പോലെ ഓടി നടന്നിരുന്ന പോക്കറുക്ക ഇന്ന് 6 അടി മണ്ണിലാണ്. അദ്ദേഹത്തിന്റെ മകൻ ഹനീഫ ഇന്നത്തെ ഭക്ഷണത്തിലേക്ക് 2 ചാക്ക് ബിരിയാണിയുടെ അരി 7000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ ദ്വാരക്കാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് ഇടവേളകളിൽ സംഭാവന നൽകുന്ന ആളുകൾക്കൊക്കെ ദുആ ചെയ്യും. റഹ്മുർ റഹീമായ, ആമീൻ പറയും ഇൻഷാ അല്ലാഹ്. ബട്ടൺ തുടങ്ങും. റഹ്മുർ റഹീമായ, കാരുണ്യവാനായ, രാജാതിരാജനായ റബ്ബായ അല്ലാഹുവേ, അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാ നമ്മുടെ ജലീൽക്ക രോഗിയാണ്, നമുക്കൊക്കെ അറിയാം, പ്രയാസങ്ങളുണ്ട്. ഒരു മരണവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പോവാണ്. ഒരു കുട്ടിയുടെ 3 വർഷത്തെ ചെലവ് 60,000 രൂപ അൽഹംദുലില്ലാ നമ്മുടെ തോട്ടോളി ജലീൽക്ക ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ മുസമ്മിലിന്റെ ഒക്കെ ഫാമിലി, നമ്മുടെ ഫാത്തിമയുടെ ഫാമിലി, അൽഹംദുലില്ലാ ഫാത്തിമ തന്റെ ഉമ്മക്കെ അടുത്ത് മരണപ്പെട്ടു പോയി. അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കണം. അപ്പൊ ജലീൽക്ക അൽഹംദുലില്ലാ ഒരു കുട്ടിയുടെ 3 വർഷത്തെ ചെലവ് 60,000 രൂപ ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ ഒരു സ്വലാത്ത് ചൊല്ലി മദീനയിലേക്ക്. സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ, സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാഹ്. റഹ്മുർ റഹീമായ, മാലിക്കുൽ മുലൂക്കായ, കാരുണ്യവാനായ റബ്ബേ, ഇവിടെ പറഞ്ഞല്ലോ ഒരു ചാക്ക് അരി സംഭാവന നൽകിയ പ്രിയപ്പെട്ട സഹോദരിയുടെ ഉപ്പ ഇന്ന് ഖബറിലാണ്. ആ പൊന്നുമോള് ചെയ്ത നന്മയില്ല ഉപ്പാക്ക് നീ സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. ആ കുടുംബത്തിന്റെ നന്മയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആ സഹോദരിയുടെ നന്മ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ ചോലക്കൽ ഹനീഫ മരണപ്പെട്ടു പോയ ഉപ്പയുടെ പാരത്രികമായ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ 2 ചാക്ക് അരിയുടെ കാശ് 7000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ മൊയ്തുഹാദി ചാവക്കാട് ഭാഗത്ത് നിന്ന് വന്ന പ്രായം ചെന്ന ഒരു ഉപ്പ അൽഹംദുലില്ലാ യതീമായ വാപ്പ ഈ അടുത്ത് പെട്ടെന്ന് മരണപ്പെട്ടു പോയ, അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയ ഒരു പൊന്നുമോന്റെ 3 വർഷത്തെ ചെലവ് അൽഹംദുലില്ലാ ആ ഒരു നല്ല മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ സ്വന്തം മക്കളെ പോലെ 24 മണിക്കൂറും ഖുർആനുമായി ബന്ധപ്പെടുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന, ളുഹാ നിസ്കരിക്കുന്ന, എല്ലാ ദിവസവും യാസീൻ ഓതുന്ന, ഹദ്ദാദ് ചൊല്ലുന്ന, അല്ലാഹുവേ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഈ മക്കൾക്ക് ഭക്ഷണം നൽകുന്ന, അതുപോലെ തന്നെ അവരുടെ പഠന ചെലവടക്കമുള്ള ഏറ്റെടുത്തിട്ടുള്ള ആ ഒരു നല്ല മനുഷ്യൻ. അതുപോലെ തന്നെ തോട്ടോളി ജലീൽ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഒരു മോന്റെ 3 വർഷത്തെ പഠന ചെലവ് 60,000 രൂപ ഏറ്റെടുത്ത ആ മനുഷ്യൻ. അല്ലാഹുവേ ആ കുടുംബങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ, വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. സ്വന്തം മക്കളെ പോലെ ആ മക്കളെ സ്നേഹിച്ച ഒരൊറ്റ കാരണം കൊണ്ട് നാളെ ആ മക്കളുടെ ശഫാഅത്ത് കൊണ്ട് ആ കുടുംബത്തിന് നീ സ്വർഗം നൽകണേ അല്ലാ. ഒരുപാട് ഹാഫിലീങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. പലരും ഇതാ ഹിഫ്ള് പൂർത്തിയായി കൊണ്ടിരിക്കുന്നു. 18ഉം 20ഉം 25ഉം ഒക്കെ ജുസ് കഴിഞ്ഞ മക്കൾ ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്. അല്ലാഹുവേ ഈ മക്കളൊക്കെ ഹാഫിലീങ്ങളായി, ആലിമീങ്ങളായി വളർന്ന് വലുതായി ഏതൊക്കെയോ പള്ളിയുടെ മിഹ്റാബുകളിൽ, മിമ്പറുകളിൽ കയറിയവർ പ്രസംഗിക്കുമ്പോൾ, ഖുത്ബ ഓതുമ്പോൾ, നാട്ടുകാർക്ക് നേതൃത്വം നൽകുമ്പോൾ അല്ലാഹുവേ അവർ പഠിച്ചെടുത്ത ദീന്, നിന്റെ പരിശുദ്ധമായ ദീന് ദഅവത്ത് ചെയ്യുമ്പോൾ ആ മക്കളെ സ്വന്തം മക്കളെ പോലെ ഏറ്റെടുത്ത ഒരൊറ്റ കാരണം കൊണ്ട് അല്ലാഹുവേ അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഹബീബായ മുത്തുനബിയുടെ മീലാദുമായി ബന്ധപ്പെട്ട ഈ മജ്ലിസിൽ അല്ലാഹുവേ ആയിരക്കണക്കായ മുഅ്മിനീങ്ങൾ, മുത്തു മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ മജ്ലിസാണ്. അല്ലാഹുവേ ഇന്ന് വരെ ഈ നാട് കാണാത്ത, ഇത്രയും ആളുകൾ പങ്കെടുക്കാത്ത ഒരു മജ്ലിസ് ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അല്ലാഹുവേ ഇത്രത്തോളം 1000-ലധികം വരുന്ന ആളുകൾ പങ്കെടുത്ത, അതേപോലെ തന്നെ ലൈവിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന
ഈ മഹനീയമായ മജ്‌ലിസിന്റെ ദുആഇന്റെ ബറകത്ത് ആമീനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർക്ക് ഉപ്പമാർക്ക് നീ വലിയ ഖൈർ നൽകണേ അല്ലാഹ്, വലിയ ബറകത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയുടെ പൂർണ്ണമായ വിജയത്തിന് വേണ്ടി പരസ്യം നൽകിയും സമ്മാനങ്ങൾ നൽകിയും ഇവിടുത്തെ കച്ചവടക്കാർ, ഇവിടുത്തെ സ്ഥാപനം നടത്തുന്ന ആളുകൾ, ഇവിടുത്തെ കമ്പനിക്കാർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കച്ചവടത്തിലൊക്കെ നീ വലിയ ബറകത്ത് നൽകണേ അല്ലാഹ്, വലിയ ഖൈർ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇസ്മായിൽ പുള്ളിയിൽ 50 കിലോ അരി, ഒരു ചാക്കരി സംഭാവന നൽകേണ്ടി. നമ്മൾ ഇസ്മായിൽ കബട ഈ അടുത്ത് വന്ന് താമസമായ ഒരു വ്യക്തിയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. എന്ത് പരിപാടി പറയുമ്പോഴും മൂപ്പര വക എന്തെങ്കിലും ഒരു ചാക്കരിയോ ചുരുങ്ങിയത് ഒരു 25 കിലോ അരിയെങ്കിലും ഉണ്ടാവും. ഒരു മലബാർ ഗോൾഡിൽ ചെറിയൊരു സേവനം ചെയ്ത് ചെറിയൊരു ശമ്പളത്തിന് ജീവിക്കുന്ന പാവ മനുഷ്യന് രോഗം കൊണ്ട് പ്രയാസമുണ്ട്. മക്കളൊക്കെ നന്നായി കിട്ടാൻ ഇടയ്ക്ക് ദ്വാരക്കാൻ പറയാനാണ് ഈ അടുത്ത് നമ്മുടെ മഹലിൽ വന്നത്. പക്ഷെ അദ്ദേഹം ഇവിടെ വന്ന് താമസാക്കി അന്ന് മുതൽ ആഴ്ചയിലും മാസങ്ങളും എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിലേക്ക് സഹായിച്ചുകൊണ്ട് നമ്മുടെ ഇസ്മായിൽ ക പ്രത്യേകിച്ച് അദ്ദേഹം ഈ മക്കൾക്ക് സമ്മാനവും സ്പോൺസർ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എല്ലാ മാസവും ആവശ്യമായ മുഴുവൻ പഞ്ചസാര, നമുക്കൊക്കെ അറിയാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, നമ്മുടെയൊക്കെ വീട്ടിൽ 2-3 മക്കൾ കുടുംബം ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിന്റെ ചെലവ് എത്രയാണ്? ഇവിടെ 50-60 മക്കളും ഈ 11 ഉസ്താദുമാർ, ഒരു 10-75 ആളുകൾ 4-5 നേരം അവർക്ക് ഭക്ഷണവും ചായയും കടിയൊക്കെ കൊടുത്ത് ഇങ്ങനെ വളർത്തി വലുതാക്കി അവരെ ചെലവ് നോക്കൂ നിങ്ങളൊരു 3-4 ലക്ഷം റുപ്യാണ്. അപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ ഒരു ചാക്ക് പഞ്ചസാര ഒന്നും ആവൂല. എന്നാലും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ മുഴുവൻ പഞ്ചസാരയും നൽകുന്ന നമ്മുടെ ഹനീഫ് ക, അദ്ദേഹത്തിന്റെ ഭാര്യ റസിയാത്ത, അങ്ങനെ തുടങ്ങി മാസത്തിൽ 2 തവണക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, അതുപോലെ അവർക്ക് റേഷൻ കടയിൽ നിന്നും മറ്റൊക്കെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഭക്ഷണം, അവരെ വീട്ടിലേക്ക് ആവശ്യമുള്ള അരിയൊക്കെ കഴിച്ച് എന്തെങ്കിലും മിച്ചുണ്ടാകുമ്പോൾ അത് നമ്മളെ മക്കൾ കൈക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വഴക്കൊലയും പച്ചക്കറിയും അതുപോലെ തന്നെ തേങ്ങയും പഞ്ചസാരയും അതുപോലെ തന്നെ ഇറച്ചിയും മീനൊക്കെ വാങ്ങി കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും ചായയും എണ്ണക്കടിയും കൊടുക്കുന്ന സഹോദരനുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ കുന്നമ്പത്ത് ട്രാവൽസ്, നമ്മുടെ ഈ കാണുന്ന മനോഹരമായ ഫ്ലക്സ് അവരുടെ സംഭാവനയാണ്. അതിന് തന്നെ 2000 രൂപ ചെലവുണ്ട്. മാത്രമല്ല ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന അവരൊന്നും വന്നിട്ടില്ലേ? ഹസൻ ഹുസൈൻ, രണ്ടാളും വന്നിട്ടുണ്ടല്ലേ? ചാവക്കാടുന്ന ഹസൻ ഹുസൈൻ, നല്ല 2 പേര് നോക്കുകയാണ് നിങ്ങൾ. റസൂലുള്ളാഹിന്റെ 2 പേരമക്കളെ പേര് ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ. ഞാൻ ഈ അടുത്താണ് വരെ പറയുന്നത്. നല്ല ഈമാനുള്ള കുട്ടികൾ, 2 കുട്ടികൾ നോക്കി നിങ്ങൾ എന്ത് പറഞ്ഞപ്പോഴും വളരെ താല്പര്യത്തോടുകൂടി ഉസ്താദെ ഞങ്ങൾ ഏറ്റെടുത്തു. അൽഹംദുലില്ലാ, വീട്ടിൽ പോയിരുന്നു, ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, നല്ല 2 ആൺമക്കൾ ഹസൻ ഹുസൈൻ ചെറുപ്പക്കാരാണ്. അൽഹംദുലില്ലാ, ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ഫസ്റ്റ് കിട്ടുന്ന, അതുപോലെ 11,111 രൂപയുടെ പ്രൈസ് മണിയും അതുപോലെ തന്നെ ഏറ്റവും വലിയ കപ്പും ലഭിക്കുന്ന ആ ടീമിൽ പങ്കെടുക്കുന്ന 15 ആളുകൾക്ക് അൽഹംദുലില്ലാ ഹസൻ ഹുസൈൻ ആ 2 മക്കളുടെ പൊന്നോമന മക്കളുടെ വകയായി നല്ല ഒരു പ്രോത്സാഹന സമ്മാനം നൽകുന്നുണ്ട്. ആ 2 മക്കൾക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. പാവം അവരുടെ ഉമ്മ ഹോസ്പിറ്റലിലാണ്. ഉമ്മക്ക് ഈ മജ്‌ലിസിലേക്ക് വരാൻ വല്ലാതെ ആഗ്രഹിച്ച ഉമ്മയാണ്. പടച്ചോനെ തമ്പുരാനെ, ആ ഉമ്മാന്റെ രോഗം എത്രയും പെട്ടെന്ന് നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ നമ്മുടെ ഹൈദരലി, അതുപോലെ തന്നെ നമ്മുടെ മമ്മിയാക്ക, അതുപോലെ തന്നെ നമ്മുടെ അഷറഫ് ക, മുത്തു, അങ്ങനെ തുടങ്ങി പേരെടുത്ത് പറയേണ്ട. നാളെ എൻ്റെ പേര് പറഞ്ഞില്ല, ഓലൊക്കെ പറഞ്ഞു എന്ന് പറയരുത്, ഉസ്താദിന് ഇഷ്ടമുള്ളവരൊക്കെ പറഞ്ഞു എന്ന് പറയരുത്. പേരെടുത്ത് പറഞ്ഞവരും പറയാത്തവരുമായ ഒരുപാട് നല്ല നല്ല ആളുകൾ അൽഹംദുലില്ലാ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഹൈദറി ഹിഫ്ള് കുട്ടികൾക്ക് അൽഹംദുലില്ലാ, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് നടത്തുന്ന ഹൈദർ അലി പ്രിയപ്പെട്ട കൂട്ടുകാരൻ സമ്മാനം നൽകുന്നുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല. അതുപോലെ തന്നെ മജീദ് പൊൻകുളം, നമ്മുടെ തൊട്ടടുത്ത കട്ടക്കമ്പനി മലബാർ ഹോളോബ്രിക്സ് കട്ടക്കമ്പനി നടത്തുന്ന പൊൻകുളം മജീദ്, ഇന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. സമ്മാനത്തിന് കാശ് കുറവുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ സമ്മാനത്തിലേക്ക് 3000 രൂപ തരാമെന്ന് പറഞ്ഞു. അതിൻ്റെയും പുറമെയാണ് ഒരു ചാക്കരി സംഭാവന നമ്മുടെ മജീദ് പൊൻകുളം. അല്ലാഹുവേ പടച്ചവനെ, ആ മനുഷ്യന്റെ നന്മ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇവരുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറാളികൾക്ക് അതിന്റെ അവരുടെ സവാബിനെ അവരുടെ അർവാഹുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ അവർക്കൊക്കെ വലിയ ബറക്കത്ത് കൊടുക്കണേ. ഹസനും ഹുസൈനും ഒരു ട്രാവൽസ് നടത്തുകയാണ്, മജീദ്ക്ക അതുപോലെ തുടങ്ങി കച്ചവടം നടത്തുന്ന ആളുകൾ ട്രാവൽസ്. പടച്ചവനെ അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുത്താലല്ലേ ഇതുപോലെ ഞങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് തരാനുണ്ടാകൂ. അല്ലാഹുവേ ഖൈർ നൽകണേ തമ്പുരാനെ. അതുപോലെ തന്നെ പുതിയ
തുരുത്തി മഹല്ല്, നമുക്കറിയാം ചാവക്കാട് ഭാഗത്ത് ഒരു ഉമ്മ എപ്പോഴും വിളിച്ചിട്ട് ദ്വാരക്കാൻ പറയും, മോളുടെ രോഗവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവേ ആ സഹോദരി 2-3 തവണ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു. പഠിച്ചോനെ, ആ ഉമ്മയുടെ മോള് ചെറിയ പ്രായമാണ്, ആ മോൾക്കൊരു കുട്ടിയുണ്ട്, അവർ രോഗത്തിന്റെ പ്രയാസത്തിലാണ്. അല്ലാഹുവേ നീ ശിഫ നൽകണേ തമ്പുരാനെ. പലരും മാറാവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെട്ട് രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് ഈ മക്കൾക്ക് ഒരു നേരത്തെ ഒരു ദിവസത്തെ ഭക്ഷണമൊക്കെ നേർച്ചയാക്കിയപ്പോൾ രോഗം മാറിയിട്ടുണ്ട്. അല്ലാഹുവേ അവർക്കൊന്നും ഇനി രോഗങ്ങൾ തിരിച്ചു കൊടുക്കരുതേ തമ്പുരാനെ, അങ്ങനത്തെ സഹിക്കാൻ കഴിയാത്ത രോഗങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കരുതേ തമ്പുരാനെ. അതുപോലെ ഈ അടുത്താണ് പഠിച്ചവനെ ഒരു 15ഓളം കുടുംബങ്ങൾ മക്കൾക്ക് ഭക്ഷണം നൽകിയത്, അവർക്ക് മക്കൾ ഉണ്ടാവാൻ വേണ്ടി നേർച്ചയാക്കിയതാ. അൽഹംദുലില്ലാഹ് സന്താന സൗഭാഗ്യം കിട്ടിയ സന്തോഷം കൊണ്ട് 2-3 ആളുകൾ ഈ അടുത്ത് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഫാമിലി ആയിട്ട് 10-15 ആളുകളൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലാഹുവേ അല്ലാഹുവേ പടച്ച തമ്പുരാനെ, അവർക്ക് നീ കൊടുത്ത മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ തമ്പുരാനെ, അവിടെ നന്മയിലൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണേ തമ്പുരാൻ. അതുപോലെ തന്നെ അഷ്റഫ് അഷ്റഫാക്ക മണ്ണാർക്കാട്, മാഷാ അല്ലാഹ്, അഷ്റഫാക്ക മണ്ണാർക്കാട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഒരു 1100 രൂപ സംഭാവന നൽകി. അല്ലാഹുവേ അഷ്റഫ്ക രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ നീ ശിഫാ നൽകണേ തമ്പുരാൻ. ആ കുടുംബം എപ്പോഴും നന്മയിൽ ഞങ്ങളോട് കൂട്ടുകൂടുന്നതാണ്. കുഞ്ഞാലകാക്കാന്റെ ഫൈസൽ അല്ലേ, ഫൈസലിന്റെ ഭാര്യ, ഫൈസൽ നമുക്കറിയാം ചെറുപ്പക്കാരനാണ്. ഈ അടുത്ത് പെട്ടെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ് മരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഫൈസലിന് വേണ്ടി ദ്വാരക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ 500 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ ജീവിത വഴിയിൽ താങ്ങും തണലുമായി കൂടെ നിന്ന തന്റെ പ്രിയപ്പെട്ട പ്രിയതമന്റെ പാരത്രികമായ നന്മയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ ആ സഹോദരി 500 രൂപ ഈ മഹത്തായ മജ്‌ലിസിലേക്ക് സംഭാവന നൽകി. അല്ലാഹുവേ അല്ലാഹുവേ ആ സഹോദരന്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നീ സ്വർഗമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഭാര്യ ഗർഭിണിയാണ്, സ്വാലിഹായ സന്താനായി കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി കൂപ്പൺ എടുത്തുകൊണ്ട് സഹകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ഗർഭിണിയായ ആ സഹോദരിക്ക് വലിയ വേദനകളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ പ്രസവം നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. ആ വയറിൽ വളരുന്ന കുട്ടിക്കും അതുപോലെ തന്നെ ആ സഹോദരിക്കും നീ ഖൈർ നൽകണേ തമ്പുരാനെ. അങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് സമയ സന്ദർഭക്കനുസരിച്ച് ഇടവേളകളിൽ ദുആ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ദാറുൽ ഖൈർ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ മക്കളുടെ ഭക്ഷണത്തിലേക്കും അതുപോലെ നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തിലേക്കാണ് നിങ്ങളോട് സംഭാവന ചോദിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ നൂറെ ഹബീബ് ആത്മീയ മജ്‌ലിസിൽ ഇവിടെ ആയിരക്കണക്കായ സഹോദര സഹോദരിമാർ പങ്കെടുത്ത മജ്‌ലിസിൽ നമുക്ക് എല്ലാ ചെലവും കഴിച്ച് ഒരു 5 ലക്ഷം രൂപ നമുക്ക് ബാലൻസ് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജുമാഅത്ത് പള്ളിയുടെ വിപുലീകരണത്തിന് വേണ്ടി നമ്മൾ സ്ഥലം വാങ്ങി അതിന്റെ ഇടപാടൊക്കെ തീർത്തത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ ജുമാഅത്ത് പള്ളിയുടെ നിർമ്മാണവും നമ്മുടെ ഈ കാണുന്ന മദ്രസയുടെ 3ാം നിലയുടെ നിർമ്മാണമൊക്കെ അടുത്ത് തുടങ്ങാനിരിക്കുകയാണ്. പല ആളുകളും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു വഴികളൊക്കെ തുറന്നു കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ പള്ളിയെ സഹായിച്ചാൽ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കാമെന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂല് നമുക്ക് കരാറ് തന്നിട്ടുണ്ട്. അള്ളാഹു സ്വർഗത്തിലെ ഒരു കൊട്ടാരം ആ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി അവരുടെ കുടുംബങ്ങളും മറ്റു ആളുകളൊക്കെ ആലോചിച്ചിട്ട് സൗകര്യം പോലെ നിങ്ങളെ മെസ്സേജ് ആയിട്ടോ അതുപോലെ ഇവിടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇടവേളകളിൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.